ഇടുക്കി മൂലമറ്റത്ത് പായയിൽ കിട്ടിയ മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 6 പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ഒരാളുടെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. കാപ്പ ചുമത്തപ്പെട്ട സാജൻ സാമുവലാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. കേസിൽ ഓട്ടോ ഡ്രൈവറുടെയും പിതാവിൻ്റെയും മൊഴിയാണ് നിർണായകമായത്. ഒരാൾ വന്ന് നമ്മളെ ചായ കുടിക്കാൻ പോകുന്ന പറഞ്ഞ് നിർബന്ധിച്ച് ചായ കുടിക്കാൻ കൊണ്ടുപോകാം. അപ്പോൾ ഇവര് സാധനങ്ങൾ കയറ്റി ഇപ്പോൾ പുറകിൽ കയറ്റാൻ തുടങ്ങിയപ്പോൾ നമുക്ക് സംശയം തോന്നി. നമ്മൾ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഇവർ പറഞ്ഞത് കാട്ടുപന്നി ഇറച്ചിയാന്ന് പറഞ്ഞു. അപ്പോൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നിർബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല, ഇതിവിടെ ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ കയറ്റിക്കാൻ ഞാനും കൂടാന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല. നമ്മളെ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് ചായ കുടിക്കാൻ കൊണ്ടുപോയി. നമ്മളെ ചായ കുടിക്കാൻ പോയ സമയത്ത് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസ് ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ആൽവിൻ, ഒരുപക്ഷെ വളരെ നിർണായകമായിട്ടുള്ള ഒരു കണ്ടെത്തലിലേക്ക് അല്ലെങ്കിൽ അന്വേഷണ പുരോഗതിയിലേക്കൊക്കെ പോകേണ്ട ഒരു കേസാണ്. ഇതുമായി ബന്ധപ്പെട്ട് കാപ്പ ചുമത്തിയപ്പെട്ടിട്ട് ഒരാളാണ് കൊല്ലപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന ഏറ്റവും പുതിയ വിശദീകരണങ്ങൾ? ഇന്ന് മാധ്യമങ്ങളോട് പോലീസ് പ്രതികരിക്കുമെന്നും വിവരങ്ങളുണ്ടല്ലോ, വിശദാംശങ്ങൾ എന്താണ്? ഗൗതം, ഇന്ന് കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. SPO, DYSPO സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തത മാധ്യമങ്ങൾക്ക് നൽകും. ഇന്ന് 11 മണിയോടുകൂടി മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ കേസിൽ 7 പേരോളം ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഇതിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂലമറ്റം സ്വദേശിയായ ഷാറോൺ ബേബി എന്ന ആളുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് 6 പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിക്രൂരമായ കൊലപാതകം എന്ന നിലയിലാണ് പോലീസ് ഈ കൊലപാതകത്തെ കണ്ടെത്തിയിട്ടുള്ളത്. കാര്യം, ഈ മൃതദേഹത്തിന്റെ ഇരു കൈകളൊക്കെ വെട്ടിമാറ്റിയ നിലയിൽ അത്തരത്തിലൊക്കെ ആയിരുന്നു ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഒരു മൊഴി ആണ് ഇതിൽ നിർണായകമായത്. ഇത് ആദ്യം ഇങ്ങനൊരു സംഭവം മേലുകാവ്, കോട്ടയം പാലാ മേലുകാവില് ഇമയപ്ര എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ. ഇവിടെ വെച്ചാണ് ഇവിടെ നിന്ന് ഈ കൊലപാതകം നടത്തിയ ശേഷം ഇയാളെ ചാക്കിൽ പൊതിഞ്ഞുകൊണ്ട്, പ്ലാസ്റ്റിക് ചാക്കിൽ പൊതിഞ്ഞുകൊണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റുകയായിരുന്നു. പക്ഷേ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ആദ്യം വിസമ്മതിക്കുകയും ഒക്കെ ചെയ്തതിനെ തുടർന്ന് ഈ പ്രതികളോട് ഫോഴ്സ്ഫുള്ളി ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറെ അവിടെ നിന്ന് മൂലമറ്റത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. മൃതദേഹമായി കാട്ടുപന്നി ഇറച്ചിയാണ് എന്ന് പറഞ്ഞാണ് ആദ്യം ഈ മൃതദേഹം പോലീസ് ഇതിൽ വാഹനത്തിൽ കയറ്റിക്കൊണ്ടിരുന്നതെന്നാണ് പോലീസിന് ഇയാൾ മൊഴി നൽകിയിട്ടുള്ളത്. ഇവിടെ മൂലമറ്റത്തെത്തിയ ശേഷം ഈ ഓട്ടോ ഡ്രൈവറുടെ പിതാവും ആണ് ഈ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകുന്നത്. കാഞ്ഞാർ പോലീസിലെത്തി ബൈജിബി ബാബു എന്ന SI-യോടാണ് ഈ വിവരം അറിയിക്കുകയും ബൈജിബി ബാബു എന്ന SI ആണ് പിന്നീട് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ഇത് കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ 29-ാം തീയതി മുതൽ ഈ സാജൻ സാമുവൽ എന്നയാൾ കാണുവാനില്ല എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിച്ചിരുന്നു. പോലീസ് അത് അന്വേഷണം നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് ഈ കൊലപാതകത്തിന്റെ വിവരങ്ങളും മൃതദേഹം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഈ സാജൻ സാമുവൽ എന്നയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ്. ഇയാൾക്കെതിരെ കാപ്പ പോലും ചുമത്തപ്പെട്ടിട്ടുള്ള ആളാണ് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് വിവരം ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇയാളാണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത പോലീസിന് ലഭിച്ചിരുന്നില്ല. ഇയാൾ കാണുവാനില്ല, കഴിഞ്ഞ 29-ാം തീയതി മുതൽ ഇയാളെ കാണുവാനില്ല എന്നുള്ളതായിരുന്നു പോലീസിന് ലഭിച്ചിരുന്ന വിവരം. പക്ഷേ പിന്നീട് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും DNA പരിശോധനയുടെ ഫലത്തിൽ കൂടിയാണ് ഇയാളാണ് എന്നുള്ളത് വ്യക്തമാകുന്നത്. ഈ സാജൻ സാമുവൽ എന്നയാൾ ഒരൊറ്റ കാര്യം കൂടി, അതായത് ഈ പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു കാപ്പ കേസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നിരവധി കേസുകൾ ചുമത്തപ്പെട്ടിട്ട ഒരാളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക, അങ്ങനെ അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ള അതിനുള്ള സാധ്യത പോലീസ് ആരായുന്നുണ്ടോ? അതെ ഗൗരവം, അതുതന്നെയാണ്. ഇവർ തമ്മിൽ, ചില ഗുണ്ട ടീമുകൾ തമ്മിലുള്ള ഒരു കുടിപ്പക ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുമ്പും ഇവർ തമ്മിൽ ചില മുൻവൈരാഗ്യം ഈ കേസിലുണ്ട് എന്നുള്ളത് പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. അതിലാണ് കൂടുതലായി അന്വേഷണം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ കൊലപാതകം നടക്കുന്നത് ഒരു മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു മർഡറാണ് എന്ന തരത്തിലാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലാണ് പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളത്. പോലീസ് അത്തരത്തിലുള്ള അന്വേഷണം വളരെ ഊർജിതമായി തന്നെ ഇന്നലെ നടത്തുകയുണ്ടായി. ഇയാളുമായും ഇതിനു മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം പ്രതികൾക്കുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അത്തരം ചില കുടിപ്പകൾ ഇവർക്കിടയിൽ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് ഉറപ്പിക്കുന്നത്. അതുകൊണ്ടാകാം ഈ കൊലപാതകത്തിലേക്ക് ഈ കാരണങ്ങൾ കൊണ്ടുപോയതും എന്ന് വേണം പോലീസ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകുന്ന വിവരം. ഇതിലേക്ക് കൂടുതൽ വ്യക്തത ഇന്ന് പോലീസ് നമുക്ക് നൽകേണ്ടതുണ്ട്. പക്ഷേ ഇയാൾ കാപ്പ കേസിൽ പ്രതിയായിരുന്ന ഒരാളാണ്. ഈ പ്രതികളുമായി മുമ്പും ഇയാൾക്ക് പരിചയമുണ്ട്.
ഇയാളുമായി പലതവണ ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. ഇത് ഒരു വാക്കുതർക്കം ഉണ്ടായ ശേഷം അതിൽ മനഃപൂർവ്വം അത്തരത്തിലേക്ക് കൊലപാതകത്തിലേക്ക് നയിക്കാൻ വേണ്ട കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. പോലീസിന്റെ ലഭിക്കുന്ന ചില രഹസ്യ സൂചനകൾ അങ്ങനെയൊക്കെയാണ്. അതിൽ കൂടുതൽ വ്യക്തത ഇന്ന് പോലീസ് വരുത്തും. ഏതായാലും 7 പ്രതികളിൽ 6 പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ഒരാളുടെ അറസ്റ്റ് ഇന്നലെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. മൂലമറ്റം സ്വദേശി ഷാരോൺ ബേബിയുടെ അറസ്റ്റാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. ഗൗതം. ശരി, ആൽവിനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം.